ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഒരു ബുക്കിനെ പറ്റിയാണ്. ദ SSC ആസ്പിരൻസ് എസെൻഷ്യൽ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ ഇംഗ്ലീഷ് ഗ്രാമർ പ്രാക്ടീസ് ബുക്ക്. ഈ ബുക്ക് എഴുതാനുണ്ടായ സാഹചര്യം ആദ്യം പറയാം. 2024 CGL വരെ TCS ആയിരുന്നു എക്സാം പാറ്റേൺ ഓർ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. TCS പാറ്റേണിൽ നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് വരാറ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നോക്കി നമുക്ക് ഇംഗ്ലീഷിൽ 45 ഔട്ട് ഓഫ് 50 നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പ്രീവിയസ് ഇയർ വൊക്കാബ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ 2025 CGLൻ്റെ Tier 1 ഒരുപാട് ആൾക്കാർ, അതായത് 2024 CGL Tier 2 ജസ്റ്റ് മാർക്കിന് മിസ്സായ ആൾക്കാർ, അതേപോലെ തന്നെ Tier 2 ക്വാളിഫൈ ചെയ്ത് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ജോബ് ആയതുകൊണ്ട് മാത്രം അടുത്ത CGL ക്ലിയർ ചെയ്തിട്ട് നല്ല ജോബിലേക്ക് എത്തിപ്പെടാം എന്നാഗ്രഹിച്ച് ആ ജോബിന് പോവാതെ 2025 CGLന് വേണ്ടി മാത്രം തയ്യാറെടുത്ത ആൾക്കാർ, ഇവരെല്ലാം 2025 എല്ലാം എന്നല്ല ഇതിൽ കുറേ പേർ 2025 CGL Tier 1 പരാജയപ്പെട്ടു. CGL Tier 1 പരാജയപ്പെടാനുള്ള ഒരേ ഒരു കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ പേപ്പർ നല്ല ടൈറ്റാക്കി, എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ നല്ല ടൈറ്റായി വന്നു. അപ്പോൾ അതിന് നല്ല രീതിയിൽ മാർക്ക് അവർക്ക് നന്നായിട്ട് കുറഞ്ഞു. GK ഒബ്വിയസ്ലി അത് എല്ലാവർക്കും ടഫായിരുന്നു. അപ്പം ഇംഗ്ലീഷിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു എക്സാമിന് 2025 CGL Tier 1 എക്സാമിന് ശേഷമാണ് പലർക്കും മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ 2025 CGL Tier 1 ശേഷം പിന്നീട് എഡ്യൂക്കേറ്റീവ് നടത്തിയ എക്സാമുകളിലെല്ലാം ഇംഗ്ലീഷ് ഒരുവിധം ടൈറ്റായിരുന്നു. ഇപ്പോൾ CHSL നിങ്ങൾ നോക്കുകയാണെങ്കിൽ CHSL Tier 2 പലർക്കും മാർക്ക് കുറയാൻ കാരണം ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല ലെവലുള്ളത് ഇംഗ്ലീഷ് ചോദിച്ചതുകൊണ്ടാണ്. അപ്പം പിന്നീട് നോക്കിയ സമയത്ത് ഈ എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ അടങ്ങിയ ഒരു പ്രാക്ടീസ് സീരീസ് അവൈലബിൾ അല്ല. ബുക്കായിട്ടും ടെസ്റ്റുകളായിട്ടും അവൈലബിൾ അല്ല. ബുക്കായിട്ട് അവൈലബിൾ ആയത് അതിൻ്റെ പുറം വശത്ത് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റീവ് പാറ്റേൺ എന്നുണ്ടെങ്കിലും ഉള്ളിൽ കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2025 3-4 എക്സാം പേപ്പറുകളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ആ ഒരു ചിന്തയിൽ നിന്നാണ് പലരും ഇംഗ്ലീഷിൽ ഇത്രത്തോളം പിറകോട്ട് പോകുന്നു. അപ്പോൾ ഇംഗ്ലീഷിന് അവർക്ക് കൃത്യമായി എഡ്യൂക്കേറ്റീവ് പാറ്റേണിലുള്ള ഗ്രാമർ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു ബുക്ക്. എന്നാൽ ആ ബുക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന, അതായത് ഒരു ഓൾമോസ്റ്റ് അത്യാവശ്യം ലെവലെത്തി നിൽക്കുന്ന ഒരാൾ, അതായത് ഒരു 1-2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും ഏറ്റവും ബേസ് ലെവലിൽ ഇന്ന് അല്ലെ നാളെ തൊട്ട് തന്നെ SSC CGL പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കും രണ്ടുപേർക്കും ഉപകാരപ്പെടാം എന്ന രീതിയിലാണ് ഈ ബുക്ക് ഫോർമുലേറ്റ് ചെയ്തിരുന്നത്. അപ്പം ഇത് എന്ന് പറയുന്നത് ആദ്യം വിചാരിച്ചത് ഈ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോപ്പിക്കുകൾ മാത്രം വെച്ചിട്ടൊരു ബുക്ക് ഇറക്കാമെന്നായിരുന്നു. പക്ഷേ പിന്നീട് തോന്നി, കാരണം ഗ്രാമർ നിങ്ങൾക്ക് ബേസ് തൊട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, ബേസ് തൊട്ടുള്ള ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പം കോമൺ എറേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് 32 ടോപ്പിക്കുകളായിട്ടാണ് ഈ ബുക്കിനെ ഡിസൈൻ ചെയ്തത്. ഇത് എന്ന് പറയുന്നത് ഓരോരോ സബ് ടോപ്പിക് വൈസായിട്ട്, അപ്പോൾ അതിൽ നൗൺ തുടങ്ങും, വേർബ്, നൗൺ, ടെൻസസ്, ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോപ്പിക്സ് ആയ ഫ്രേസസ്, ടൈപ്സ് ഓഫ് ക്ലോസസ്, ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, ഫിഗർ ഓഫ് സ്പീച്ച്, ഇപ്പം ഇത്തരത്തിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡ് ചെയ്തിട്ട്, നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളും ഇപ്പം പുതുതായിട്ട് വന്ന ടോപ്പിക്കുകളും ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് ഗ്രാമറിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി നോട്ട് അടക്കം, തിയറി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി നോട്ടുണ്ട്. ഓരോരോ ടോപ്പിക്കുകളിലും നിങ്ങൾക്ക് 100-200 ക്വസ്റ്റ്യനോളം, ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് എഡ്യൂക്കേറ്റീവ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള TCS പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട്. എല്ലാ ക്വസ്റ്റ്യനും ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ആ ലെങ്തി ക്വസ്റ്റ്യൻ എല്ലാം എഡ്യൂക്കേറ്റീവ് പാറ്റേൺ ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻക്ലൂഡ് ചെയ്തത്. എന്നാൽ വളരെ ബേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി നോട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ആ ഒരു ഉദ്ദേശം വെച്ചിട്ട്, അതായത് ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ഗ്രാമറിന് 100 ഔട്ട് ഓഫ് 100 നിങ്ങൾക്ക് മാക്സിമം 100% നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ സ്കോർ ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു ബുക്ക് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിൽ 32ഓളം ടോപ്പിക്കുകളുണ്ട്. 760ഓളം പേജുകളിലാണ് ആ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. 760ഓളം ക്വാളിറ്റി പേപ്പറുകളിലാണ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു 4-5-6 മാസത്തെ അധ്വാനമുണ്ട് ഈ ഒരു ബുക്ക് ഈ ഒരു രൂപത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് വിധ കറക്ഷൻസുകൾ വന്നിട്ടുണ്ട്. മാക്സിമം എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ബുക്ക് ആർക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഈ ബുക്ക് നിങ്ങളൊരു അഡ്വാൻസ് ലെവലിൽ എത്തി നിൽക്കുന്ന ഒരാളാണ്, അതായത് TCS പാറ്റേണിൽ നിങ്ങൾക്ക് 45+ ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ ആവുന്ന സമയത്ത് ഗ്രാമറിലെ ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു 30 ബിലോ ആണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇനിയല്ല, ഗ്രാമർ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഒരാളാണെങ്കിൽ, സിൻസ് ദ തിയറി സ്റ്റാർട്ട്സ് ഫ്രം ദ വെരി ബേസ്, ഏറ്റവും ബേസ് തൊട്ട് തന്നെ തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട്
നിങ്ങൾക്ക്, പക്ഷേ ക്വസ്റ്റ്യൻസ് എല്ലാം എഡ്യൂക്കേറ്റീവ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. തിയറി സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ബേസ് തൊട്ടായത് ഏറ്റവും ബേസ് തൊട്ട് നിങ്ങൾ തുടങ്ങുന്ന ആൾക്കാർക്കും ഇത് ഉപകാരപ്പെടും. നേരെ മറിച്ച് നിങ്ങൾ വൊക്കാബിന് മാത്രമാണ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷന് മാത്രമാണ് നിങ്ങൾക്ക് തെറ്റുന്നുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് ഉപകാരപ്പെടില്ല. കാരണം നിങ്ങൾക്ക് ഗ്രാമർ പോർഷൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. സോ ഗ്രാമർ പോർഷൻ അത്യാവശ്യം നന്നായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്കുകൾ, ഇപ്പോൾ ടൈപ്പ് ഓഫ് ക്ലോസസ്, ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്, ഈ സംഭവങ്ങൾ മാത്രമേ നിങ്ങൾക്ക് തെറ്റുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ ബുക്ക് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ബുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആ ഒരു ടോപ്പിക്കിൻ്റെ മാത്രം നിങ്ങൾ പുതിയ ക്ലാസ്സുകൾ കാണുകയോ അല്ലെങ്കിൽ പുതിയ മെത്തേഡുകൾ അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നോക്കുക മാത്രം ചെയ്താൽ മതി. പുതിയ ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് പഠിച്ചാൽ മതി. ഇത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരുവിധം ഇപ്പം പുതിയ ടോപ്പിക്കുകളിലേക്ക് വരുന്ന സമയത്ത് ഗ്രാമറുകൾ കുറേ തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 3500ഓളം ക്വസ്റ്റ്യൻസ് ഇതിൽ എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഡെമോ ഇത് കാണുക. ഡെമോ പേജസ് ഉണ്ട്, ഡെമോ പേജസ് എല്ലാം കാണുക. അതിലൊരു 10-30ഓളം പേജസ് ഡെമോ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്.